നന്നാക്കാൻ അധ്വാനിച്ച, ശാരീരിക ലോകത്ത് നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരും ആത്മീയ ലോകത്ത് നമ്മുടെ ഗുരുവര്യന്മാരും അനുകൂല സാഹചര്യങ്ങളും ഘടകങ്ങളും ഒന്നുമില്ലാത്ത കാലത്ത് ദീനീ വിജ്ഞാനങ്ങളുടെ പ്രകാശനത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ കിതാബുകൾ രചിച്ച മഹാന്മാരായ അയിമ്മത്തും ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ നിലപാടുകളും കലർപ്പില്ലാത്ത വിധത്തിൽ നിലനിർത്താൻ വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ച ഈ ദീനിന്റെ കാവൽ പട്ടാളമായ ഉലമാവും അവരോടൊക്കെ നമുക്ക് കടമയും കടപ്പാടുമുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ഒക്കെ സഹായവും മദതും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് നമ്മുടെ ദീനിയായ വിഷയങ്ങളിലൊക്കെ അള്ളാഹു തആല ഇൽമിന്റെ വിഷയങ്ങളിൽ വിശേഷിച്ചും അള്ളാഹു കനിഞ്ഞരുളുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നേരത്തെ നമ്മൾ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സൂറത്തുൽ ബഖറയുടെ 75 ആയത്തുകളാണ് നമുക്ക് നടത്തി കഴിഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ അബൂറഫയുടെ യൂട്യൂബ് പരിശോധിച്ചപ്പോ അതിൽ അത്രയും ഭാഗങ്ങളാ കണ്ടത്. അപ്പൊ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. ഏതുവരെ എടുത്തിരുന്നത് എന്നതിനെ കുറിച്ച് എനിക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഒന്നുമില്ല. അപ്പൊ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന ധാരണയിൽ ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അഥവാ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആവർത്തന വിരസത ആർക്കും ബുദ്ധിമുട്ടാകാതിരിക്കട്ടെ എന്ന ഒരു അഡ്വാൻസായ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന് വരെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറയുടെ അർത്ഥതലങ്ങളിലേക്ക് ചെറുതായി നമ്മൾ ഇറങ്ങുമ്പോ ഇമാമുന റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ബേസ് ചെയ്തുകൊണ്ടാണ് മുമ്പ് നമ്മൾ ക്ലാസ് എടുത്തത്. പ്രത്യേകിച്ചും മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിനും അവിടുത്തെ തഫ്സീറുകൾ നോക്കുമ്പോൾ അവിടുത്തെ മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത് നമുക്ക് കാണാം. അവരുടെ ഒക്കെ ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഇൽമിയായ സഹായം നമുക്കെല്ലാവരും മേഖലയിലും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് സൂറത്തുൽ ബഖറയുടെ 76-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون أولا يعلمون أن الله يعلم ما يسرون وما يعلنون ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون صدق الله العظيم. وإذا لقوا الذين آمنوا
ഇതിന്റെ മുമ്പത്തെ ഭാഗങ്ങളെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രധാനമായും പ്രബോധനം ചെയ്ത ഇസ്രയേലികളുമായി ബന്ധപ്പെടുത്തി അവരുടെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളുടെ പരമ്പരകളായിരുന്നു നേരത്തെ നാം സൂചിപ്പിച്ചിരുന്നത്. പ്രയത്നം അത് സജീവമായി നടക്കുമ്പോൾ തന്നെ ആ പ്രയത്നത്തിന്റെ രംഗത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അമാനുഷിക സിദ്ധികളും അല്ലാഹു ആ ജനതക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങളുമൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടും പലപ്പോഴും അവരുടെ കൂട്ടത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ ഒരു തരം നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം നൽകുന്ന കൽപ്പനകളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന നിലപാടുകൾ അവർ സ്വീകരിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ വിഷയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. പണ്ട് കാലത്ത് മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്ന കാലത്ത് അക്കാലഘട്ടത്തിലുള്ള അതേപോലെ തന്നെ മറ്റു ഇസ്രയേലികളിലെ മറ്റു നബിമാർ, ആ നബിമാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആ നബിമാരോട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങളുടെ അപകടകരമായ സാഹചര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ 75-ാമത്തെ ആയത്തിൽ അഫതത്മഊന യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ് ثم يحرفونه من بعد ما عقلوه وهم يعلمون എന്ന ആയത്തിലൂടെ പണ്ടുകാലത്ത് ജൂതന്മാർ എന്ത് നിലപാടാണോ സ്വീകരിച്ചതെങ്കിൽ അതേ നിഷേധാത്മകമായ നിലപാടുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലനിൽക്കുന്ന യഹൂദികളും മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവരുടെ, അതായത് സമകാലികരായ യഹൂദികളുടെ ദോഷങ്ങളെ സംബന്ധിച്ച്, അവരുടെ അപകടകരമായ ശൈലികളെ സംബന്ധിച്ച് ഉണർത്തുകയായിരുന്നു. ആദ്യത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് ജീവിക്കുന്ന ജൂതന്മാർ അവർ ശരിക്കും കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ പ്രവാചകത്വത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെട്ടിട്ടും ആ സത്യസന്ധത ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ എന്തൊക്കെയോ ദുർന്യായങ്ങളുടെ പുറകെ കൂടി നടന്നു എന്ന ഒരു അപകടം ഒന്നാമതായിട്ട് അവരെ കുറിച്ച് പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് അവരുടെ മറ്റൊരു മോശമായ സമീപനം പറയുകയാണ്. വൈദാ ലഖുല്ലദീന ആമനു, ആ യഹൂദികൾ സത്യവിശ്വാസികളായ ആളുകളെ കണ്ടുമുട്ടിയാൽ ഖാലു, അവർ പറയും ആമന്ന, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളെ പോലെ എന്ന് പറയും. വൈദാ ഖലാ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ, എന്നിട്ട് അവർ ചിലർ മറ്റു ചിലരുമായി ജീവിതത്തിലേക്ക് അവർ എത്തിയാൽ ഖാലു, അവര് പറയും തുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തുറന്നു തരികയും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്ത സംഗതികളെ ആ മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറയുകയാണോ? ലിയുഹാജ്ജൂക്കും ബിഹി ഇൻദ റബ്ബിക്കും, അത് മുഖേന നിങ്ങളുടെ നാഥന്റെ അടുത്ത് അവര് നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് സമകാലികരായ ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗത്തോട് മറ്റൊരു വിഭാഗം സംസാരിക്കുന്ന സംസാരം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾ അവരോട്, അതായത് തൗറാത്തിൽ എന്തുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണ് എന്നതിന്റെ രേഖ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഹമ്മദ് നബി ഇത് അവസാനത്തെ കാലത്തെ നബിയാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഞങ്ങളും ഈ നബിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടെന്നും ജൂതന്മാര് മുസ്ലിമീങ്ങളോട് വെറുതെ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയും, മുസ്ലിമീങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവരെ പറഞ്ഞു പറ്റിച്ചു എന്ന് ചില ജൂതന്മാര് മറ്റു ചില ജൂതന്മാരോട് സംസാരിക്കുമ്പോ അവര് പറയുന്ന വർത്താനാണ്, നിങ്ങൾ എന്തിനാ അവരോടത് പറയാൻ പോയേ? അപ്പൊ നമ്മളെ തൗറാത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് നല്ല പരാമർശം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവൂലേ? അത് മനസ്സിലായാൽ സത്യം തിരിഞ്ഞിട്ടും വിശ്വസിക്കാത്ത ഒരു നിലപാട് ാണ് നമ്മളെടുത്ത് മാസി വെക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ അള്ളാഹ്ക്ക് അറിയാമെന്ന്. അതായത്
ഇങ്ങനെ അവരുടെ തൗറാത്തിൽ ഇത്തരം സംഗതികൾ ഉണ്ടായിരുന്നു എന്നും അത് അവര് മൂടി വെച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വെളിപ്പെടുത്തി കൊടുക്കുമെന്നും മനസ്സിലാക്കിയാൽ പിന്നെ വാസ്തവത്തിൽ ഇവരെന്തിനാ അത് പറഞ്ഞത് എന്നതിന്റെ പേരിലുള്ള പ്രതിഷേധത്തിന് അർത്ഥമൊന്നുമില്ലല്ലോ എന്ന് അവര് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ്. ഇവിടെ ഇമാം മുആദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇത് ഈ പറഞ്ഞ ആയത്തിൽ 86-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജൂതന്മാരുടെ വളരെ മോശമായ പ്രവർത്തനങ്ങളിലെ രണ്ടാമത്തെ സംഗതിയാണ്. ഒന്നാമത്തത് നിഷേധികളായിട്ട് റസൂലുള്ളാഹി ശരിക്കുള്ള പ്രവാചകനാണെന്ന് മനസ്സിലായിട്ട് തന്നെ നിഷേധികളായിട്ട് നടന്നു എന്നതാണ് 75-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇനി 76-ാമത്തതിൽ പറയുന്ന സംഗതി എന്താ വെച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുകയാണ്, അന്ന മുനാഫിഖി അഹ്ലുൽ കിതാബി കാനു ഇദാ ലഖു അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരെ ശിഷ്യന്മാരെ കണ്ടാൽ ആ ശിഷ്യന്മാരോട് ജൂതന്മാര് പറയും, ആമന്നാ ബില്ലദി ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ച ആ നബിയെ കൊണ്ട് ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു ട്ടോ. വനശ്ഹദു അന്ന സാഹിബക്കും സാദിഖുൻ, നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും സത്യപ്രവാചകനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. വഅന്ന ഖൗലഹു ഹഖ്ഖുൻ, ആ നബി പറയണതൊക്കെ സത്യാണ്. വനജിദുഹു ബിനാതിഹി വസിഫതിഹി ഫി കിതാബിന, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശൈലികളൊക്കെ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നവർ പറയും. അപ്പോ ഞങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ ന്യായവും കാരണമൊന്നുമില്ല. കാരണം ആ നബിയുടെ യാഥാർത്ഥ്യവും ആധികാരികതയും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അവർ പറയുകയും ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. സുമ്മ ഇദാ ഖലാ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, എന്നിട്ട് ആ ജൂതന്മാര് ചിലരുമായി ഒറ്റക്കാകുന്ന അഥവാ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നാൽ ഖാല റുഅസാഉ ലഹും, ആ യഹൂദികളിലെ നേതാക്കന്മാര് ചോദിക്കും, ആരോട്? ഈ കഥല്ലാതെ ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞ സാധുക്കളോട്, അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും ഫി കിതാബിഹി മിൻ അതിഹി വസിഫതിഹി ലിയുഹജ്ജുകും ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള സംഗതികൾ അതൊക്കെ നമ്മളെ കിതാബിൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾ എന്തിനാ അവരോട് പറയാൻ പോയത്? കാരണം ഫഇന്നൽ മുഖാലിഫ ഇദാ തറഫ ബിസിഹത്തി തൗറാത്തി വയതറഫ ബിശഹാദത്തി തൗറാത്തി അലാ നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ ഹുജ്ജത അഖവാ മിൻ ദാലിക, റസൂലുള്ളാഹിന്റെ എതിരാളിയായ ജൂതൻ തൗറാത്ത് ശരിയാണെന്നും ആ തൗറാത്തിൽ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ ഉണ്ടെന്നും അതനുസരിച്ച് ഇത് അവസാന കാലത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന നബി തന്നെയാണെന്നും നമ്മുടെ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ എതിർക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂലമായ സംഗതികൾ ഉണ്ടെന്ന് വന്നാൽ ഫലാ ഹുജ്ജത അഖവാ മിൻ ദാലിക, ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അതിലും ശക്തമായ മറ്റൊരു തെളിവ് വേറെ കിട്ടാനില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്ന ജൂതന്മാർ ആ ജൂതന്മാരുടെ ഗ്രന്ഥത്തിൽ തന്നെ നബിതങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മുസ്ലിമീങ്ങളോട് പോയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ആ ശത്രുക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വടിയാവില്ലേ അത്? നിങ്ങൾ എന്തിനാണ് ആ പണി ചെയ്തത്? ഫലാ ജറമ കാന ബഅ്ളുഹും യംനു ബഅ്ളൻ മിനൽ ഇഅ്തിറാഫി ബിദാലിക ഇൻദ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി, അതായത് ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ മറ്റു ചിലരോട് ഒരിക്കലും നമ്മുടെ തൗറാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അത് ശരിക്കുള്ള പ്രവാചകനാണെന്ന് സ്ഥിരീകരിക്കുന്ന വല്ലതും ഉണ്ട് എന്നത് നിങ്ങൾ അവിടെ പോയി സമ്മതിക്കരുത് എന്ന് പറയുമായിരുന്നു ഇവര്. അതിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, വൈദാ ലഖുല്ലദീന ആമനു, സത്യവിശ്വാസികളെ അവർ കണ്ടാൽ ഖാലു ആമന്ന, ഞങ്ങളും വിശ്വാസികളാണെന്ന് അവർ മുസ്ലിമീങ്ങളോട് പറയും ജൂതന്മാർ. എന്നിട്ട് ആ പറഞ്ഞ ജൂതന്മാരോട് അവരുടെ നേതാക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോ എന്തിനാ നിങ്ങൾ അവരോട് അങ്ങനെ പറയാൻ പോയേ? അത് വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അവര് നമ്മളോട് വിലപേശില്ലേ എന്നവർ ചോദിക്കുന്ന രംഗം വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ലിയുഹാജുക്കും ബിഹി ഇൻദ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ അടുത്ത് വെച്ചിട്ട് തർക്കിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ സന്ദർഭത്തിൽ നിങ്ങളോട് തർക്കിക്കുമെന്നാണ്. അപ്പോൾ ഫയകൂനു ദാലിക സായിദൻ ഫീ തൗബീഖിക്കും വളുഹൂരി ഫളീഹതിക്കും അലാ റൂസിൽ ഖലായികി ഫിൽ മൗഖിഫി,
പാരത്രിക ജീവിതത്തിൽ നമ്മളെല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി വിധേയമാക്കപ്പെടുന്ന സമയത്ത് നബിയെ അള്ളാഹുവെ ഇവർക്ക് അറിയാമായിരുന്നു, അത് അവര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങാനും മുസ്ലിമീങ്ങൾ അവിടെ വെച്ചിട്ട് പറഞ്ഞാൽ ആ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മുമ്പിൽ നമ്മൾ അല്ലാതെ ലജ്ജിച്ച് നാണം കെട്ട് തലതാഴ്ത്തി പോകേണ്ടി വരില്ലേ എന്ന് അവർ അവിടെ വെച്ച് പറയാണ്. എന്നാൽ ആ പറയുന്ന സംഗതിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അതിന് പറയുന്ന മറുപടി എന്താ? നിങ്ങൾ എന്ത് കളിച്ചിട്ടെന്താ മക്കളെ? അവലായാലമൂന അന്നല്ലാഹയാലവുമായി യുസിറൂനവുമായി ഒലിനൂൻ. നിങ്ങൾ ഈ രഹസ്യമൊക്കെ മൂടി വെക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് വെക്കുക. ആരോടും പറയരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മെജോറിറ്റി കിട്ടുന്ന ഒരു സംഗതി നമ്മുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂടി വെച്ചാൽ പോലും അത് മൂടപ്പെടുമോ? ഇല്ലല്ലോ. കാരണം അവലായാലമൂന അവർക്കറിയില്ലയോ അന്നല്ലാഹയാലമു, നിശ്ചയം അല്ലാഹ്ക്കറിയാം. മായുസിറൂന അവർ രഹസ്യമാക്കുന്നതും വമായുഅലിനൂൻ അവർ പരസ്യമാക്കുന്നതും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എന്താക്കുകയും ചെയ്യും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ഖുർആൻ തന്നെ കാണാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ സഹാബത്തിനെ സംബന്ധിച്ചും ഒക്കെ എവിടെ പരാമർശമുണ്ട്? തൗറാത്തിലും അതേപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ واستوى على سوقه يعجب الزراع ليغيظ بهم الكفار എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റസൂലുള്ളാഹിന്റെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ഉദാഹരണവും ഉപമയും സഹാബത്തിന്റെ വിശദീകരണവും വരെ തൗറാത്തിലും ഇൻജീലിലും പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തില്ലേ? ഇനിയിപ്പോ ഞങ്ങളെ തൗറാത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയാണ്ടെന്നുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് ആർക്കറിയാം? സഹാബത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ മാത്രമുള്ള സംവിധാനം ആര് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന് അവരുടെ ആ ബേജാറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയാണ്. അന്നഹും മാ അലിമു ബിദാലിക ഫറഗബഹും ബിഹാദൽ ഖൗലി ഫി അൻ യതഫക്കറു ഫയഅരിഫു അന്ന ലഹും റബ്ബൻ യഅലമു സിർറഹും വഅലാനിയതഹും വഅന്നഹും ലാ യഖ്ബലൂന ഹുലൂലൽ ഇഖാബി ബിസബബി നിഫാഖിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് മുഖേന അവരെ അറിയിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങളിത് മൂടി വെച്ചതുകൊണ്ട് മാത്രം ഒരു സംഗതിയും മൂടപ്പെടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തുറന്നു പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന കാപഢ്യത്തിന്റെ പേരിൽ പടച്ച റബ്ബ് നിങ്ങൾക്കെതിരെ, രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹു നിങ്ങൾക്കെതിരെ നിലപാടെടുക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു താക്കീത് കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഫഹാദൽ കലാമു സജറുൽ ലഹും അനിൻ നിഫാഖി, കാപഢ്യത്തിലേക്ക് പോകരുത് എന്ന ശക്തമായ താക്കീതും അതിൽ നിന്നും മടങ്ങാനുള്ള മുന്നറിയിപ്പും അവർക്ക് നൽകുകയാണ്. അതേപോലെ തന്നെ വഅദ് വസിയത്തി ബാലിഹിം ബാലൻ ബി കിത്മാനി ദലായിലി നുബുവത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ തെളിവുകൾ മൂടി വെക്കണമെന്ന ചിലരുടെ ഉപദേശം, ആ ഉപദേശത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് അവലായഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന മാ യുഅ്ലിനൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ജൂതന്മാർക്കും അവരുടെ ഗ്രന്ഥത്തിലുള്ള സംഗതികൾ അതങ്ങനെ ഉണ്ടെന്ന് സഹാബത്തിനോട് പറയാൻ മൂടി വെച്ചത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുകയോ അവര് അള്ളാഹുവിന്റെ അടുത്തോ അല്ലെങ്കിൽ സഹാബത്തിന്റെ അടുത്തോ കുടുങ്ങാതിരിക്കുകയോ ചെയ്യില്ല. കാരണം എന്താ? അങ്ങനെ ആ ഗ്രന്ഥത്തിലുണ്ട് എന്ന് അള്ളാഹു തന്നെ ആര് പഠിപ്പിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ പലയിടത്തായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, മക്കളെ അറിയുന്നത് പോലെ വേദക്കാർക്ക് ആരെ അറിയാം? റസൂലുള്ളാഹിനെ അറിയാം എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അറിയണേ? അവരുടെ ഗ്രന്ഥങ്ങളിൽ ആരെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ മൂടി വെച്ചത് കൊണ്ട് ഒരിക്കലും തന്നെ അത് പുറത്തു വരാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ കൂടി സ്ഥിരീകരണമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് വിജയിക്കാൻ നോക്കുക എന്നതാണ് നിങ്ങൾക്ക് ചിന്താശേഷി ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവരുടെ നിലപാടിനെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല ഉണർത്തിയതാണ്. ഇനി ഒമിനുഹും, ആ ജൂതന്മാരുടെ കൂട്ടത്തിലുണ്ട് ഉമ്മിയൂൻ,
ചില നിരക്ഷരരായ ആളുകൾ, അതായത് ലാ യഅലമൂനൽ കിതാബ, അവർക്ക് ഗ്രന്ഥത്തെക്കുറിച്ച് അറിയില്ല, ഇല്ല അമാനിയ, അവരുടെ ചില ആഗ്രഹങ്ങൾ അല്ലാതെ അവര് എന്തൊക്കെയോ പിന്നെ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള ചില സംഗതികളല്ലാതെ അവർക്ക് ഗ്രന്ഥത്തെക്കുറിച്ചൊന്നും അറിയില്ല, കിതാബിനെ കുറിച്ചൊന്നും അറിയില്ല. വൈൻഹും ഇല്ല യളുന്നൂൻ, അവർ ധാരണകൾ വെച്ച് പുലർത്തുന്നവർ, ഊഹങ്ങൾ വെച്ച് പുലർത്തുന്നവർ മാത്രമാണ്. അപ്പോൾ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുന്നവർക്കാകുന്നു നാശം. സുമ്മ യഖൂലൂൻ, എന്നിട്ട് അവർ പറയും ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു എന്നവർ പറയും. എന്തിനു വേണ്ടി? ലിയശ്തറൂ ബിഹി, ആ ഗ്രന്ഥം മുഖേന അവർ വാങ്ങാൻ വേണ്ടി, സമനം ഖലീല, ഈ ദുനിയാവിന്റെ കുറഞ്ഞ വില സ്വീകരിക്കാൻ വേണ്ടി, അഥവാ ജനങ്ങളെ പറ്റിച്ചിട്ട് അള്ളാന്റെ അടുത്ത് നിന്നുള്ള ഗ്രന്ഥാണിത് എന്ന് പറഞ്ഞ് അവർക്ക് തോന്നിയതൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ഒന്നും അറിയാത്ത സാധുക്കളെ പറഞ്ഞു പറ്റിക്കുന്ന ആളുകൾ. വൈലുൽ ലഹും മിമ്മാ കതബത്ത് ഐദീഹിം, അപ്പോൾ അവർ എഴുതിയുണ്ടാക്കിയതിന്റെ കാരണത്താൽ അവർക്ക് നാശം. വൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാലും അവർക്ക് നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതായത് ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ, അതായത് ജനങ്ങളുടെ വിവിധ ശൈലികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ തിരുമറി നടത്തി മുന്നോട്ട് പോകുന്നവർ. ഇമാം ബാസിർ റളിയല്ലാഹു രേഖപ്പെടുത്താണ്, പിന്നെ അവര് കുറെ വിഭാഗങ്ങളായിട്ടുള്ള ആളുകളാണ് ജൂതന്മാർ. ഫൽ ഫിർഖത്തുൽ ഊലാ ഹിയൽ ഫിർഖത്തുൽ ളാലത്തുൽ മുളില്ല, സ്വയം വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. വഹുമുല്ലദീന യുഹർരിഫൂനൽ കലിമ മവാളിഹി, ഖുർആൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുപോലെ സന്ദർഭങ്ങളിൽ നിന്ന് തെറ്റിച്ചിട്ട് തെറ്റായ ആശയങ്ങളിലേക്ക് വാക്യങ്ങളെ കൊണ്ടുപോകുന്നവരാണ് അവർ. വൽ ഫിർഖത്തു സാനിയ, രണ്ടാമത്തെ വിഭാഗം അൽ മുനാഫിഖൂൻ, കപടന്മാരാണ്, വിശ്വാസികളല്ല, പക്ഷെ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നവർ. വൽ ഫിർഖത്തു സാലിസ, മൂന്നാമത്തെ വിഭാഗം അല്ലദീന യുജാദിലൂനൽ മുനാഫിഖീന, ഈ കപടന്മാരോട് തർക്കിക്കുന്നവർ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയാൻ പോയെന്ന് ചോദിച്ചിട്ട് തർക്കിക്കുന്നവരാണ്. വൽ ഫിർഖത്തു റാബിയ, നാലാമത്തെ വിഭാഗം ഹുമുൽ മദ്കൂറൂന ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടത് അവരെ കുറിച്ചാ. വഹുമുൽ അമ്മത്തു അൽ ഉമ്മിയൂൻ അല്ലദീന ലാ മഅരിഫത ഇൻദഹും ബിഖിറാഅത്തിൻ വലാ കിതാബ, എഴുത്തും വായനയൊന്നും അറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ആ ആളുകളാണ് ഇവിടെ പറഞ്ഞത് വതരീഖത്തുഹുമുത് തഖ്ലീദു വഖബൂലു മാ യുഖാലു ലഹും, അവരുടെ റൂട്ട് എന്താ വെച്ചാൽ പാതിരിമാരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് ആ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും അവരോട് പറയപ്പെടുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. അപ്പോൾ ഫബയ്യനല്ലാഹു തആല അന്നല്ലദീന യംതനിഊന അൻ ഖബൂലിൽ ഈമാനി ലൈസ സബബു ദാലിക്കൽ ഇംതിനായി വാഹിദൻ ബൽ ലികുല്ലി ഖസ്മിൻ മിൻഹും സബബുൻ ആഖർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈമാനിലേക്ക് കടന്നു വരാത്ത ജൂതന്മാർ എല്ലാവരും വിശ്വാസത്തിലേക്ക് വരാതിരിക്കാനുള്ള കാരണം ഒറ്റൊന്നല്ല, മറിച്ച് ഓരോ വിഭാഗവും വിശ്വാസത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ എന്തുണ്ട്? ഓരോ കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ അനുസരിച്ച് ചിലർക്ക് എന്താണ്, ചിലർക്ക് വിശ്വാസത്തിലേക്ക് ഇസ്ലാമിന്റെ കൂട്ടത്തിലേക്ക് കടന്നു വന്നാൽ ഇപ്പൊ ശത്രുപക്ഷത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില മെജോറിറ്റി, അതേപോലെ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പറ്റി ഒന്നും അറിയാത്ത സാധുക്കളെ പറ്റിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ എന്താണ് കിതാബിലുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും, ചില നോട്ടുകൾ അവർ കൊടുക്കും. ആ നോട്ട് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ കുറെ സാധുക്കളോട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ സാധുക്കളെ പറ്റിച്ച് ജീവിതം കഴിച്ചു കൂട്ടാനുള്ള അവസരപ്പെടുന്നുണ്ട്. അതേസമയത്ത് ഇസ്ലാമിലേക്ക് വന്നാൽ, ഞങ്ങൾ മുസ്ലിമീങ്ങളായി വന്നാൽ പിന്നെ എന്ത് ചെയ്യൂല, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില നേട്ടങ്ങൾ കിട്ടൂല എന്നതുകൊണ്ട് മാറിപ്പോയ ആളുകളുണ്ട്. എന്നാലോ ഒന്നുമല്ലാത്ത സാധുക്കളായിട്ടുള്ള ആളുകൾ അവരിവർ പറഞ്ഞിട്ടോ ഇവരാണ് ഞങ്ങളെ നേതാക്കന്മാര്, ഇവരാണ് ഞങ്ങൾക്ക് മതം പഠിപ്പിച്ചേണ്ടവര്, അതുകൊണ്ട് അവര് ഞങ്ങളെ ചതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവര് പറയണത് കേട്ടു. തത്വത്തിൽ എന്താ ഉണ്ടാവണേ, എല്ലാ വിഭാഗവും നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അപകടത്തിലേക്ക് സ്വയം എടുത്തു ചാടുന്ന ശൈലിയാണ് അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പൊ എന്നിട്ട് ഇമാം ബാസിർ റളിയല്ലാഹു അൻഹു പറയാം, വമൻ തഅമ്മല മാ ദക്കറഹുല്ലാഹു തആല ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ആരെങ്കിലും ചിന്തിച്ചാൽ, മിൻ ശറഹി ഫിറഖിൽ യഹൂദി, യഹൂദികളുടെ വിഭാഗങ്ങളെ അല്ലാഹു വിശദീകരിച്ചു. ആ വിശദീകരിച്ചത് എന്ത് ചെയ്താല് ശരിക്കും ഒരാൾ ചിന്തിച്ചാൽ, വജദ ദാലിക ബിഐനിഹി ഫീ ഫിറഖി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ വിഭാഗങ്ങളിലും അതേ സംഗതി കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ?
ഈ സമുദായത്തിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലും ഇതേ ജൂതന്മാരിൽ ഉണ്ടായിരുന്നത് പോലത്തെ വിഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് സ്വയം വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകള്, കാപട്യം കാണിക്കുന്ന ആളുകള്, അതേപോലെ തന്നെ കപടന്മാരോട് തർക്കിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ ഒരു കഥയില്ലാത്ത ആൾക്കാര്, ഇങ്ങനത്തെ വിഭാഗങ്ങളൊക്കെ ഇവിടെയും കാണാം. കാരണം ഫഇന്ന ഫീഹിം, ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുണ്ട് മയ്യുആനിദുൽ ഹഖ വയസ്ആ ഫീ ളിലാലിൽ ഗൈരി, സത്യത്തോട് മാത്സര്യം കാണിക്കുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകള് അവരുടെ കൂട്ടത്തിലുണ്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുണ്ട്. നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എത്ര ഗൗരവത്തിലാ പറഞ്ഞിട്ടുള്ളത്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. അവസാന കാലത്ത് കുറെ ദജ്ജാലുകൾ കടന്നു വരും. അസത്യം സത്യമാണെന്ന് തോന്നിപ്പിക്കാൻ പറ്റും വിധത്തിലുള്ള ചില ചേരുവകളുമായിട്ട് വരുന്നവരാണ് ദജ്ജാലുകൾ. ഒറിജിനൽ ദജ്ജാലിന്റെ ശരിക്കുള്ള സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവനൊരു സംഗതി കാണിച്ചു തന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ സംഗതി യഥാർത്ഥത്തിൽ. നരകം കാണിച്ചാൽ സ്വർഗമായിരിക്കും, സ്വർഗം കാണിച്ചാൽ നരകമായിരിക്കും. അപ്പൊ അസത്യത്തെ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ, ആ വിദ്യകളുമായിട്ട് വരുന്ന ആളാണ് ശരിക്കുള്ള ദജ്ജാല്. എന്നാൽ ആ ശരിക്കുള്ള ദജ്ജാല് വരുന്നതിന് മുമ്പ് വേറെ കുറെ ദജ്ജാലുകൾ വരും. അപ്പൊ ആ ദജ്ജാലുകളും തന്നെ അസത്യം സത്യത്തിന്റെ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ആ പണി നമ്മൾ ശരിക്കും ഇപ്പോ ഈ കാലഘട്ടത്തിലെ വിധേയികളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ജീവിതത്തിൽ. ഞാൻ എന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ പോണില്ല. നമ്മളെ ചർച്ചയുടെ സമയത്തൊക്കെ എല്ലാ സമയത്തും അത് തെളിഞ്ഞു വരാറുണ്ടല്ലോ. പ്രത്യേകിച്ച് SGBയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നയിക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന ആളുകള്, ഇപ്പൊ പിന്നെ ചോദിക്കാൻ തന്നെ വരുന്ന ആളുകളുടെ എണ്ണം കുറവാ. വഹാബികളുടെ നേതാക്കന്മാരുടെ സംഘടന തിട്ടൂരം പാലിക്കാതെ അതിൽ നിന്ന് പുറംചാടി വരുന്ന കുറച്ച് സാധുക്കൾ മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യണുള്ളൂ, സുന്നി ഗ്ലോബൽ വോയിസിലൊക്കെ ചോദ്യം ചോദിക്കാൻ വരുന്നുള്ളൂ. അതേ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ നേരെ വാട്സപ്പിലേക്ക് കയറിക്കുകയാണ്. കാരണം എന്താ, വാട്സപ്പിൽ കയറി സെൽഫ് കോൾ അടിക്കാനുള്ള നല്ല സൗകര്യമുള്ള അവസ്ഥയാണ്. ആ അവസ്ഥ ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോ. അവിടെ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം, ഏതെങ്കിലുമൊക്കെ ആളുകൾ റൂമുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മളെ ആഡ് ചെയ്യുകയും അതിലെ ചർച്ചകൾ ശ്രദ്ധിക്കാൻ അവസരം ഉണ്ടാകുകയും ചെയ്യുമ്പോ നമ്മൾ ഓർക്കണം, ഒരിക്കലും തന്നെ ഈ ഒരു ചർച്ച നടക്കുമ്പോ ആ ചർച്ചയിൽ പണ്ഡിതോചിതമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ ആഡ് ചെയ്യാൻ ഇവർ തയ്യാറാവൂല. ശരിക്കും മറുപടി പറയുന്ന ഒരാളുണ്ട് എന്ന് വന്നാൽ അയാൾ എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്താ, ഏകപക്ഷീയമായിട്ട് ചിലതിങ്ങനെ കേൾക്കുക, കുറെ വട്ടം കേൾക്കുമ്പോ എന്താവും, റീബൽസ്യൻ സിദ്ധാന്തം എന്ന് പറഞ്ഞ മാതിരി കുറെ നുണ കേൾക്കുമ്പോ ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായിട്ട് തോന്നുന്ന ഒരു പ്രതിഭാസം അത് ലോകത്തുള്ളത് തന്നെയാണ്. അപ്പൊ ആ പ്രതിഭാസത്തിൽ ആരെങ്കിലും പെട്ടുപോകുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ഗോൾ അടിക്കാനുള്ള പരിപാടിയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്. അതെ, അവര് രംഗത്ത് വരുന്നേ. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഇപ്പൊ സുന്നി ഗ്ലോബൽ വോയിസ് ഒക്കെ തുടങ്ങുന്ന കാലത്ത് എത്ര ആവേശത്തിൽ ആ മൗലവിമാരുടെ പടയായിരിക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടി. പക്ഷെ ചോദ്യം ചോദിച്ച് ചർച്ചകൾ നീണ്ടുപോയപ്പോ വരവും ചെലവും ഒക്കണില്ലാതെ മൗലവിമാർക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് വാസ്തവത്തിൽ അവരുടെ കൂടെയുള്ള അനുയായികൾക്ക് പറഞ്ഞാൽ കേൾക്കണ കുഞ്ഞാടുകൾക്കൊക്കെ എന്ത് നിർദ്ദേശം കൊടുത്ത്, ഇനി ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ബൈലുക്സിൽ സുന്നി റൂമുകളിൽ പോയിട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം എന്താ, ചോദ്യം ചോദിച്ച് വസ്തുതാപരമായി ചർച്ചകൾ നടക്കുമ്പോ ഞങ്ങളുടെ മൗലവിമാര് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ആശയങ്ങളുടെ ചുരുളഴിയുകയും അതോടുകൂടെ സത്യവിശ്വാസത്തിന്റെ കണിക മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ, അതായത് ഔലിയാക്കളെ ചീത്ത പറഞ്ഞ് കുരുത്തക്കേടിന്റെ അങ്ങേത്തലക്ക് എത്തിയിട്ടില്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വെളിച്ചം കിട്ടിയ ആളുകൾ ഇത് ഞങ്ങൾക്ക് കാരണം സുന്നി ഗ്ലോബൽ വോയിസ് ആണെന്ന് പരസ്യമായിട്ട് ജനങ്ങളെ നോക്കി പറയാൻ തയ്യാറായ കുറെ ആളുകളുടെ ചരിത്രം പറയാനുള്ള റൂമാണ് SGB. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ അഹങ്കരിക്കല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നൊരു നിഅമത്ത്. അതിനൊക്കെ കാരണക്കാരായ എല്ലാ പ്രവർത്തകർക്കും അതേപോലെ തന്നെ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ സഹകാരികൾക്കും ഒക്കെ അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. ഞാൻ ആ ഭാഗം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പണ്ട് കാലത്ത് ജൂതന്മാരിൽ ഉണ്ടായിരുന്ന അതേ സമീപനം ഈ സമൂഹത്തിലുണ്ട്. ഫഇന്ന ഫീഹിം മൻ യുആനിദുൽ ഹഖ, സത്യത്തോട് മത്സരിക്കുന്നവർ, എന്നിട്ട് വയസ്ആ ഫീ ളിലാലിൽ ഗൈരി,
മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്നവർ എവിടെ ഉണ്ട്? റസൂലുള്ളാന്റെ ഉമ്മത്തിലുണ്ട് എന്ന് റാസി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ നിരീക്ഷണം എത്ര സത്യാണ്? അതന്നെ റസൂലുള്ളാഹി പറഞ്ഞത്. ആര് വരും? ദജ്ജാലുകൾ വരും. അവര് പെരും നുണകൾ പറയും. അവര് നുണയന്മാരാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? വേറെ വിശദീകരണങ്ങളേക്കൊന്നും പോണ്ട. യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങൾക്കും നിങ്ങളുടെ കാക്കകാരണവന്മാർക്കും കേട്ടുപരിചയമില്ലാത്ത വാദഗതികളുമായിട്ടായിരിക്കും അവര് വരിക. അപ്പൊ നമ്മുടെ പൂർവികർക്ക് കേട്ടുപരിചയമില്ലാത്ത വാദഗതികളുമായിട്ട് വരുന്ന ആളുകൾ, അവരെ സൂക്ഷിച്ചോളണം. വയ്യാക്കും വയ്യാഹും, അവരെയും നിങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കേണ്ടത്? ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവരിങ്ങളെ വഴിതെറ്റിക്കാതെ നിങ്ങളുടെ ഈമാനിന് കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥയിൽ എത്തിക്കാതെ നിങ്ങൾ നോക്കണം. പാമ്പിനെ സൂക്ഷിക്കും പോലെ അവരെ സൂക്ഷിക്കണം. സ്വർണം സൂക്ഷിക്കുമ്പോൾ നിങ്ങളെയും സൂക്ഷിക്കണം. അതായത് നിങ്ങളെ ഈമാൻ നിങ്ങൾ കാക്കണം. ഒരിക്കലും തന്നെ അവരുടെ ചതിയിൽ നിങ്ങൾ ചെന്നുപെടരുത്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ISI മുദ്രയാണ്. ഒരാൾ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല തെളിവായിട്ടാണ് നബിതങ്ങൾ പറഞ്ഞത്. യഅ്തൂനക്കും, ആ ദജ്ജാലുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നത് എങ്ങനെയാ? മിനൽ അഹാദീസി, ചില വർത്തമാനങ്ങളുമായിട്ട് വരും. എങ്ങനത്തെ വർത്തമാനം? ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും, നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികർക്കും കേട്ടുപരിചയമില്ലാത്ത വാദങ്ങളുമായിട്ട് വരും. അപ്പം മുസ്ലിമീങ്ങളുടെ പൂർവികർക്ക് കേട്ടുപരിചയമില്ലാത്ത, ഈ ഉമ്മത്തിലെ പൂർവികർക്ക് കേട്ടുപരിചയമില്ലാത്ത വായിച്ചു പോകേണ്ട കാര്യമല്ല. കാരണം ഈ ഉമ്മത്തിന്റെ പൂർവികർ അത് ഈ മതത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച വിശ്വസ്തന്മാരായിട്ടുള്ള ആളുകളാണ്. അത് അബൂജഹലിന്റെ പൂർവികരെ പോലെയല്ല, അല്ലേ? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാ. നമ്മളെ പണ്ടൊക്കെ മുണ്ടേ ഉള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ച് വരുന്ന പോലെ വിശ്വസിക്കാണ് എന്ന് പറഞ്ഞാൽ, നമ്മളെ മുജാഹിദീങ്ങളൊക്കെ നമ്മളോട് സാധാരണ പറയണ എന്താ? ഇതന്നെയല്ലേ അബൂജഹലും പറഞ്ഞത്. അബൂജഹലും കമ്പനിയും പറഞ്ഞ തന്നെയാണ്. അതേപോലെ ഓരോ കാലഘട്ടത്തിലുള്ള നബിമാരെ എതിർത്ത ആളുകളും പറഞ്ഞ എന്താ? ഞങ്ങളുടെ കാക്കകാരന്മാരെ എങ്ങനെയാണോ ജീവിക്കുന്നത് കണ്ടത് അതുപോലെ ജീവിച്ചോളാന്നാണ്. എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനുമായിട്ട് വരുമ്പോൾ അക്കാലഘട്ടത്തിലുള്ളവർ ഞങ്ങളെ കാക്കകാരന്മാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താ? അവരെ കുറിച്ച് ഖുർആനിന്റെ സ്റ്റേറ്റ്മെന്റ്, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവികർ ഒരു ചുക്കും മനസ്സിലാക്കാത്തവരും സന്മാർഗം കിട്ടാത്തവരുമാണ്. അവരെ ഫോളോ ചെയ്യണമെന്നാണോ? ആർക്കെതിരിൽ? സത്യത്തിന്റെ തെളിവുമായി വന്ന പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഒരു സംഗതിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ലാത്ത ഈ പൂർവികരായ അന്ധവിശ്വാസികൾ അവര് പറഞ്ഞതുപോലെ ജീവിക്കുമെന്ന് പറയുന്നത് മോശാണ്. അത് ഷെയ്മാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് എന്നാണ് അല്ലാഹു തആല അബൂജഹലിന്റെ പൂർവികരെ കുറിച്ച് പറഞ്ഞത്. അതേ സമയത്ത് നമ്മളെ പൂർവികരെ കുറിച്ച് അങ്ങനെയാണോ? നമ്മളെ പൂർവികർ ഹിദായത്ത് കിട്ടാത്തവരാണോ? നമ്മുടെ പൂർവികർ ഒന്നും മനസ്സിലാക്കാത്തവരാണോ? അല്ല, അവരെല്ലാം മനസ്സിലാക്കിയവരാണ്. അവർക്ക് ഹിദായത്ത് കിട്ടിയവരാണ്. അവർക്ക് ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ് നമുക്കെന്ത് കിട്ടിയത്? ഈ ദീന് കിട്ടിയത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂലായിരുന്നു? ഈ ദീന് കിട്ടൂലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ ദീനിനെ സഹാബത്തിന്റെ മനസ്സിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരിൽ നിന്ന് പാരമ്പര്യത്തിന്റെ സുദൃഢമായ ചങ്ങലക്കണ്ണികളാൽ ബന്ധിപ്പിക്കപ്പെട്ട ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നമ്മിലേക്ക് ആ ദീനെത്തുക ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ പൂർവികരെ വിശ്വാസത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് നബിതങ്ങൾ പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് യഅ്തൂനകും മിനൽ അഹാദീസി, ആഖിർ സമാനിൽ വരുന്ന ദജ്ജാലുകള് അവരിങ്ങളടുത്ത് ചില വർത്താനമായിട്ട് പറയും. എങ്ങനത്തെ വർത്താനം? ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും, നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികർക്കും കേട്ട് പരിചയമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഉടനെ മനസ്സിലായിക്കൊള്ളണം, ഇവര് ദീന് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. കാരണം എന്താ? നമ്മളെക്കാളും ദീനും അതേപോലെ തന്നെ ഇൽമും ഒക്കെ ഉണ്ടായത് നമ്മളെ പൂർവികർക്കാണ്. ആ പൂർവികർ മതമായി കൊണ്ട് നടന്ന സംഗതികളെ വെല്ലുവിളിക്കാൻ ഒരാൾ വന്നാൽ അവൻ ആ പറഞ്ഞ ആഖിർ സമാനിലെ ദജ്ജാലിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നത് വ്യക്തം. അല്ലാതെ ആരോടല്ല റസൂലുള്ളത് പറഞ്ഞത്? നിങ്ങളെ പൂർവികർക്ക് കേട്ടുപരിചയമില്ലാത്ത വാദമായിട്ട് വരും എന്ന് പറഞ്ഞത് നബിതങ്ങളെ കാലത്തുള്ള സഹാബത്തിനോടല്ല. ഒന്നാമത്തത് യകൂനു ഫി ആഖിർ സമാനി എന്നാണ്, അവസാന കാലത്ത് വരുന്ന റസൂലുള്ള പറഞ്ഞ്. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പൂർവികർക്ക് പരിചയമില്ലാത്തത് പറഞ്ഞാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാ, അല്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹാബത്തിന്റെ പൂർവികർക്ക് പരിചയമില്ലാത്തത് പറയണോല്ലോ എന്നല്ല, മറിച്ച് ആ നബിതങ്ങൾ വന്നു, അവിടുന്ന് ദീന് ശരിക്കും പ്രചരിപ്പിച്ചു, സഹാബത്തെ ഏറ്റെടുത്തു.
അവരിൽ നിന്ന് താബിഉകൾ, താബിഉകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികളിലൂടെ, പൂർവസൂരികളായ മഹത്തുക്കളിലൂടെ പാരമ്പര്യമായി അത് കൈമാറി വന്നു. ആ കൈമാറി കിട്ടിയിട്ടുള്ള മതത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ പൂർവികർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു വരുന്നവർ, അവരാണ് ദജ്ജാലുകൾ. ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മള് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് വെച്ചാല് ഖുർആനിലെ ചില ആയത്തുകൾ എടുത്ത് ഇപ്പോഴും മൗലവിമാർ അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. എന്ത് അബൂജഹലും പറഞ്ഞ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ കാക്കകാരന്മാര് പറഞ്ഞ പോലെ നടന്നോളാം എന്നാണ്. അപ്പൊ അബൂജഹലിന്റെ കാക്കകാരന്മാരും നമ്മളെ കാക്കകാരന്മാരും തമ്മിൽ എന്തുണ്ട്? ഒരു പ്രകടമായ വ്യത്യാസമുണ്ട്. നമ്മുടെ കാക്കകാരന്മാരെ ഫോളോ ചെയ്യണമെന്നാ ബഹുമാനപ്പെട്ട ഖുർആൻ പറയണേ, അല്ലേ? അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞെന്താ? വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സത്യം വ്യക്തമായതിനു ശേഷം പ്രവാചകരോട് മത്സരിക്കുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ നടന്നു വന്ന വഴി അല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ. ഇത് വളരെ വ്യക്തല്ലേ? നമ്മളെ സത്യവിശ്വാസികളായ മുൻഗാമികൾ എന്താണോ മതായിട്ട് സ്വീകരിച്ചത്, അതല്ലാത്തൊന്ന് മതായിട്ട് സ്വീകരിച്ചു പോയാൽ, അഥവാ നമ്മുടെ കാക്കക്കാരന്മാരെ തള്ളിയാൽ, ആ തള്ളിയവനെ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ ആ വഴികേട് അവനെ വഹിപ്പിക്കുകയും ജഹന്നമിലേക്ക് കടത്തുകയും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പൂർവികർ ആധികാരികതയുള്ളവരാണ്, അവര് ഖുർആനിന്റെ പിൻബലമുള്ളവരാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ സ്വഭാവമായിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്ത്? ആ സത്യവിശ്വാസികൾ റബ്ബിനോട് ദ്വാർക്കും റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങൾ ദ്വാർക്കേണ്ട വാക്കായിട്ട് അല്ലാഹു പഠിപ്പിച്ചതാ റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്ക് ഈ പൊറുക്കണം പഠിച്ചോനെ, വലിയ ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ മുമ്പേ നടന്നുപോയ ആളുകൾക്ക് ഈ പൊറുക്കണം. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പും വിദ്വേഷവും നീ ആക്കരുത് എന്ന് ദ്വാർക്കാൻ പറയാ. അപ്പോ മുമ്പേ നടന്നുപോയ മുഅ്മിനീങ്ങളോട് മനസ്സിൽ വിദ്വേഷം വെക്കരുത്, അവരെ മതിപ്പിന്റെ കണ്ണുകൊണ്ട് കാണണം. അത് ആ ഒരു ശൈലി സ്വീകരിക്കാൻ ഈ കാക്കക്കാരന്മാരെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കല്ലേ സാധിക്കൂ. നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ അവർ നല്ലവരായിരുന്നു എന്ന് പറയുന്നത് സുന്നത്യമായിട്ടല്ലാത്ത വേറാരാ? വിധേയികൾ മുഴുവനും പറയണത് എന്താ? മുമ്പുള്ളവർക്കൊക്കെ തെറ്റുപറ്റി, അപ്പോഴാ ഞങ്ങൾ എന്തായത്? ഞങ്ങൾ ഇവിടെ പല പരിപാടിയായിട്ട് വന്നത് എന്നല്ലേ? ഇപ്പൊ നമുക്കറിയാം, വഹാബി പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടത്തിലെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആളായിട്ട് അവര് പരിചയപ്പെടുത്തുന്ന ഇബ്നു അബ്ദുൽ വഹാബ്, അയാളെ കുറിച്ച് അവരെന്നെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലുള്ള ആമുഖം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞെന്താ? അയാൾ ജനിക്കുമ്പോ ലോകം മൊത്തം കൂരിരുട്ടിലായിരുന്നു എന്നാണ്. അതായത് ഹിദായത്തിന്റെ വെളിച്ചമില്ലാത്ത കുഫറിന്റെ ഇരുട്ടിലായിരുന്നു ലോകം മൊത്തം. അങ്ങനെ അപ്പോഴാണ് പ്രതീക്ഷയുടെ വെള്ളി നക്ഷത്രമായിട്ട് എന്ത് ചെയ്തത്? ഇയാള് രംഗപ്രവേശം ചെയ്തതെന്ന. അങ്ങനെ ലോകം മൊത്തം കൂരിരുട്ടിലാണെങ്കിൽ എവിടുന്നാണ് ഇയാള് ഈ വെളിച്ചം കത്തിക്കല്? പിന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ? എത്ര വലിയ വിവരദോഷാണ് പറയണേ. നമ്മുടെ പൂർവികരായ ആളുകൾ സംരക്ഷിച്ചു നമ്മിലേക്ക് എത്തിച്ചതാണ് ഈ ദീന്. ആ പൂർവികരെ വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കാത്തവൻ, അവൻ ആരായാലും ശരി സ്വയം വഴിതെറ്റിയവനാണ്, മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ പണിയെടുക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ അത് മുന്നറിയിപ്പ് തന്നത്. ഫയ്യാക്കും വയ്യാഹും, അവരെയും നിങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം, അഥവാ അവർ നിങ്ങളുടെ ഈമാൻ പോക്കറ്റടിച്ചു പോകും. അതന്നെയാണ് റാസിമ പറഞ്ഞ ഫഇന്ന ഫീഹിം, അവരുടെ കൂട്ടത്തിലുണ്ട് മൻ യുആനിദുൽ ഹഖ, സത്യത്തോട് മത്സരിക്കുന്നവർ, വയസ്ആ ഫീ ഇളാലിൽ ഗൈരി, മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. പിന്നെ ഒഫീഹിം മയ്യക്കൂനു മുത്തവസ്സിതൻ, ഒരു മിതമായ നില സ്വീകരിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ഒഫീഹിം മയ്യക്കൂനു ആമിയൻ മഹലൻ, അവരെ കൂട്ടത്തിൽ വെറും നാടന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. മനസ്സിലായില്ലേ? വെറും നാടന്മാരായിട്ടുള്ള ആൾക്കാരും മുസ്ലിമുകളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ദീനിന്റെ ശൈലികൾ, ആ ശൈലികൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പൂർവികരായ മഹത്തുക്കളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് സാധിക്കൂ. കാരണം അങ്ങനെയാണ് ഈ ദീനിന് അല്ലാഹു തആല വെച്ചത്. അതിനു പകരം അവരെ അവഗണിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചു പോകുന്നവർ സ്വയം വഴിതെറ്റി എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരുമാണ്. ഏതായാലും ശരി, ഇവിടെ ആ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഉമ്മിയുകളായ കുറെ ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഉമ്മിയുകളായ ആളുകളുണ്ടെന്ന് പറഞ്ഞതിന് ചില പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്ന്, ഹുവമല്ല യുഖിറു ബി കിതാബിൻ വലാ ബി റസൂലിൻ,
റസൂലിനെയും ഗ്രന്ഥത്തെ ഒന്നും സമ്മതിക്കാത്ത വിശ്വസിക്കാത്ത ആൾക്കാരെന്നാണ് ഒരഭിപ്രായം. എന്നാൽ മറ്റൊരു അഭിപ്രായം മൻ ലാ യുഹ്സിനുൽ കിതാബത വൽ ഖിറാഅ, എഴുത്തും വായനയൊന്നും വശമില്ലാത്തവർ, എഴുത്തും വായനയൊന്നും അറിയാത്തവർ എന്നാണ്. വഹാദസ്ഥാനി അസ്വബു, ഈ രണ്ടാമത് പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും സത്യമായിട്ട് തോന്നുന്നത്. അതായത് എഴുത്തും വായന അറിയാത്ത കുറെ ആളുകൾ ആ ജൂതന്മാരുടെ കൂട്ടത്തിലുണ്ട്. കാരണം എന്താ, അന്നല്ലായത്ത ഫിൽ യഹൂദി, പിന്നെ യഹൂദികളെ പറ്റിയുള്ള ഈ ആയത്തിൽ പറയുന്നത് വക്കാനു മുഖറീന ബിൽ കിതാബി വർ റസൂലി, ഗ്രന്ഥം ഉണ്ടെന്നും പ്രവാചകൻ ഉണ്ടെന്നും ഒക്കെ വിശ്വസിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തും വായനൊന്നും വശമില്ലാത്ത കുറെ സാധാരണക്കാരായ സാധുക്കളായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ എന്നിട്ടോ ആ ആളുകൾ ലാ യഅലമൂനൽ കിതാബ, അവർക്ക് ഗ്രന്ഥത്തെ കുറിച്ച് അറിയില്ല, ഇല്ല അമാനിയ, ചില ആഗ്രഹങ്ങളല്ലാതെ, അങ്ങനെ ആവണം ഇങ്ങനെ ആകണം എന്ന ചില ആഗ്രഹങ്ങൾ. അതായത് മാ തഖയ്യലഹുൽ ഇൻസാനു ഫയുഖദ്ദിറു ഫീ നഫ്സിഹി വഖുഅഹു വയുഹദ്ദിസുഹാ ബികൗനിഹി, അവനവന്റെ മനസ്സിൽ എന്താക്കും, ചില ഊഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും, ഇതിങ്ങനെ അതിങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറെ ഊഹങ്ങൾ അവൻ ഉണ്ടാക്കും. എന്നിട്ട് അതൊക്കെ ആ രൂപത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നവൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചില ആഗ്രഹങ്ങളും ആശകളും അല്ലാതെ മറ്റൊന്നും ആർക്കറിയില്ല, അവർക്കറിയില്ല. അവർ വാസ്തവത്തിൽ എന്തിനെ പിന്തുടരുന്നവരാണ്? ഊഹങ്ങളെ പിന്തുടർന്ന് മുന്നോട്ട് പോയ ആളുകളാണ്. അതാണ് ഒന്നാമത് പറഞ്ഞ പിന്നെ വിഭാഗം. ഇനി മറ്റൊരു കാര്യം എന്താ, ആ കൂട്ടത്തിൽ വൈലുല്ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, അവരാ സാധുക്കൾ, അവർക്ക് കിതാബും ഇല്ല, ഒന്നുമില്ല. ഇവര് പറയുമ്പോ ഈ നേതാക്കന്മാര് പാതിരിമാര് പറഞ്ഞെന്താ വെച്ചെങ്കിൽ അതിന്റെ പിന്നാലെ കൂടുകയെന്ന് മാത്രമാണ്. എന്നാൽ വൈലുല്ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് നാശം എന്ന് പറഞ്ഞില്ലേ. അതായത് അതിന്റെ ഉദ്ദേശം എന്താ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവര് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല, ഓര് സ്വന്തമായിട്ട് എന്താക്കും, മതം ഇവരിങ്ങനെ പിന്നെ സുന്നഹദോസ് കൂടിയിട്ട് ഇങ്ങനെ മാറ്റി എഴുതൂലേ, ഓരോ സമയത്ത് പുതിയത് ഇങ്ങനെ ഉണ്ടാക്കൂലേ. ഇപ്പൊ അങ്ങനെയാണ്, അങ്ങനെ ഇപ്പൊ നമ്മൾ വഹാബികള് തൗഹീദ് അപ്ഡേറ്റ് ചെയ്യണ മാതിരി അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പോണ ആളുകള്. എന്നിട്ട് അവരെന്ത് പറയും, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയും. സ്വന്തമായി ഓരോന്ന് എഴുതിണ്ടാക്കിയിട്ട് ഞങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി, ആഖിറം നഷ്ടപ്പെടുത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും, പടച്ചോൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനിലില്ലാത്തത് ഖുർആന്റെ പേരിൽ വെച്ച് കെട്ടി പറയണ ദുർവ്യാഖ്യാനങ്ങളൊക്കെ അതിന്റെ ഗണത്തിൽ വരുന്ന സംഗതികൾ തന്നെയാണ്. എന്താണ് ഫൽ മുറാദു അന്നമ യക്തുബു ഹാദിഹിൽ കിതാബത വയക്സിബു ഹാദൽ കസ്ബ ഫീ നിഹായത്തിൽ റിദാഅ, ഇങ്ങനത്തെ പണി ചെയ്യുന്ന ആള് വളരെ തറവേലയാണ് ചെയ്യുന്നത്. കാരണം എന്താ, ലഅന്നഹും ലല്ലു അനിദ്ദീനി, അവര് മതത്തിൽ നിന്ന് തെറ്റിപ്പോയി, വളല്ലു, ബാക്കിയുള്ളവരവർ വഴി തെറ്റിക്കുകയും ചെയ്തു. ആഖിറതഹും ബിദുനിയാഹും, അവരുടെ പരലോകത്തെ ദുനിയാവിന് പകരം അവർ വിറ്റുകളയുകയും ചെയ്തു. ഫദംബുഹും അഅ്ളമു മിൻ ദംബി ഗൈരിഹിം, അപ്പോൾ അവരുടെ കുറ്റം ഏറ്റവും വലിയ കുറ്റാണ്. കാരണം എന്താ, ഒരു മനുഷ്യൻ സ്വയം വഴിതെറ്റുകയും ആ വഴിതെറ്റിയതിലേക്ക് ബാക്കിയുള്ളവരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അത്തരമൊരു പണി അവർ ചെയ്യാനുള്ള കാരണം എന്താ, ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, കുറഞ്ഞ വില വാങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞില്ലേ. അതെന്താണ് ആ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അന്നഹു തംബീഹുൻ അലാ നിഹായത്തി ശഖാവതിഹിം, അവരുടെ പരാജയത്തിന്റെ പരമാവധി വ്യക്തമാക്കുന്നതാണ് ആ പ്രഖ്യാപനം. കാരണം ലഅന്നൽ ആഖില, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, യജിബു അല്ലാ യർളാ ബിൽ വിസ്രിൽ ഖലീൽ ഫിൽ ആഖിറ ലിഅജരിൽ അലീമി ഫിദ് ദുനിയാ. ലഅന്നൽ ആഖില, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, യജിബു അല്ലാ യർളാ, അവൻ തൃപ്തിപ്പെടാതിരിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്, ബിൽ വിസ്രിൽ ഖലീൽ ഫിൽ ആഖിറ, പരലോകത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ചെറിയൊരു കുറ്റാകാൻ സാധ്യതയുള്ള സംഗതി പോലും അവൻ പൊരുത്തപ്പെടാൻ പാടില്ല. എന്തിനു വേണ്ടി, അജിരിൽ അലീമി ഫിദ് ദുനിയാ, ദുനിയാവിലെ വലിയ കൂലിക്ക് വേണ്ടി. ആഖിറത്തിൽ ഒരു ചെറിയ കുറ്റാകാൻ പോണ ഒരു സംഗതി ദുനിയാവിലെ വലിയൊരു നേട്ടത്തിന് വേണ്ടി ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ വാസ്തവത്തിൽ എന്താക്കാൻ പാടില്ല, അത് പൊരുത്തപ്പെട്ട് സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താ, ആ ചെറിയ കുറ്റത്തിന്റെ പേരിൽ ചിലപ്പോ പരലോകത്ത് ഞാൻ എന്താകും, അള്ളാഹു എനിക്കത് മാപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ പേരിൽ എന്റെ അഡ്രസ്സ് തെറിച്ചു പോകും. അതേസമയത്ത് ദുനിയാവിൽ എനിക്ക് എത്ര കിട്ടിയാലും ചിലപ്പോ അത് വാങ്ങിക്കൊടുന്ന് അതുമായിട്ട് വരുന്ന സമയത്ത് അല്ലെ, ആഖിറം നഷ്ടപ്പെടുത്തും വിധത്തിൽ ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി നമ്മൾ പണത്തിന്റെ പിന്നാലെ പോയാൽ ആ പണമായിട്ട് വരുന്ന സമയത്തേക്കും ചിലപ്പോ വണ്ടി എന്താകണ ആക്സിഡന്റ് ആവണത്. അപ്പോ ആഖിറത്തിൽ കുറ്റം സ്ഥിരപ്പെടുകയും ചെയ്തു, ദുനിയാവിൽ അത് ആസ്വദിക്കാൻ കഴിയാണ്ടേയും പോകും. ഇനി ദുനിയാവിൽ ആസ്വദിച്ചാൽ തന്നെ അതിനൊരു കണക്കില്ലേ, എത്ര ഈ ദുനിയാവിൽ ആസ്വദിക്കാൻ കഴിയാ ഒരു മനുഷ്യന്? പരമാവധി ഒരു 100 കൊല്ലോ 150 കൊല്ലോ ജീവിക്കുന്നു കൂട്ടിക്കോളൂ. അത്രയും കൊല്ലം ജീവിച്ചാലും
വാസ്തവത്തിൽ ആ ജീവിതത്തിന്റെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ അവന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയിട്ട് അവന്റെ സന്തോഷങ്ങൾ മുഴുവനും ഊതിക്കെടുത്താനും അവന്റെ സന്തോഷങ്ങളിൽ മുഴുവനും പിന്നെ പാരയായിട്ട് വരാനൊക്കെ എത്ര സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും. അതേ സമയത്ത് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിച്ചാലും അവിടെ പിന്നെ ആ സന്തോഷത്തിനെ തകർക്കുന്ന മറ്റൊരു സംഗതിയില്ല. ഈ ദുനിയാവിൽ നമ്മൾ വേറൊന്നും ആലോചിക്കണ്ട, എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാതും ഉണ്ട് ഒരാൾക്ക്. പക്ഷെ അവനൊരു മാറാത്ത ജലദോഷം അല്ലെങ്കിൽ ഒരു തലവേദന, ആ തലവേദന വിട്ടുപോണില്ല. സുഖിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കയ്യിൽ. പണത്തിന് പണമുണ്ട്, ബാക്കി സൗകര്യങ്ങളുണ്ട്, എല്ലാം റെഡിയാ, വിചാരിച്ചതൊക്കെ തന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. പക്ഷെ തലവേദന വിട്ടുമാറുന്നില്ല. എന്ത് സുഖ ദുനിയാവിലോരുണ്ടാവുക? പിന്നെ നല്ല സുഖം ഉണ്ടാവോ? അപ്പൊ ഇവിടുത്തെ സുഖത്തിനൊക്കെ എത്ര നേട്ടങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ എന്തുണ്ട്? ഒരു പരിമിതി ഉണ്ട്, ഒരു കൃത്യമായിട്ടുള്ള പരിധി ഉണ്ട് അതിന്. അതിന്റെ അപ്പുറത്തേക്ക് അത് പോകൂല. ഇനി അത്തരം തടസ്സങ്ങളൊന്നും ഇല്ലാതെ പിന്നെ എൻജോയ് ചെയ്ത് പോയാൽ തന്നെയും ഏതുവരെ പോകും? ഒരു 100-150 കൊല്ലം. അതിന്റെ ഇടയ്ക്ക് എന്തായാലും ആള് തട്ടിപ്പോയില്ലേ, ആള് മരിച്ചുപോലെ. അപ്പൊ ഈ ദുനിയാവിന്റെ വലിയ നേട്ടം കിട്ടാമെന്ന് വെച്ചാൽ പോലും പരലോകത്തേക്ക് അതിന് പകരമായിട്ട് ഒരു ചെറിയ കുറ്റം വരുമെങ്കിൽ ആ കുറ്റം പോലും വരാതെ സൂക്ഷിക്കേണ്ടവനാണ് ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പൊ പിന്നെ കൈഫ യലീഖു ബിഹി അയ്യർലാ ബിൽ ഇഖാബിൽ അലീമി ഫിൽ ആഖിറതി ലിഅജലിൻ നഫ്ഇൽ ഹഖീരി ഫിദ് ദുനിയാ. ദുനിയാവിലെ നിസ്സാരമായ ഒരു നേട്ടത്തിന് വേണ്ടി, ഒരു ഉപകാരത്തിന് വേണ്ടി പരലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ ഒരു മനുഷ്യനെങ്ങനെയാ പൊരുത്തപ്പെട്ട് സ്വീകരിക്കുക? അതുണ്ടാകാൻ പാടില്ലല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പോ അള്ളാഹുവിന്റെ പേരിൽ നുണ പറഞ്ഞുകൊണ്ട് ഇത് പടച്ചോന്റെ കിതാബിലുള്ളതാണ്, അള്ളാഹ് അവതരിപ്പിച്ചതിലുള്ളതാണെന്ന് പറഞ്ഞ് സ്വന്തമായി ഗ്രന്ഥത്തിൽ തിരുമറി നടത്തിയ പാതിരിമാർ, ആ പാതിരിമാർക്ക് നാശമുണ്ടെന്ന് അള്ളാഹു പറയുന്നു. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? അവരുടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നക്കാപ്പിച്ച നഷ്ടപ്പെടാതിരിക്കാനാണ്. അപ്പൊ അവർ ആഖിറത്തിന് പകരം എന്ത് വാങ്ങിയവരാണ്? ദുനിയാവ് വാങ്ങിയവരാണ് എന്നാണ് ഇവിടുത്തെ ഒരു വിഷയം. രണ്ടാമത്തത് അന്നഹു യദുല്ലു അലാ അന്നഹും മാ ഫഅലു ദാലിക തഹരീഫ ദിയാനതൻ ബൽ ഇന്നമാ ഫഅലുഹു തലബൻ ലിൽ മാലി വൽ ജാഹി. അവരവരുടെ ഗ്രന്ഥത്തിൽ തിരുമറി നടത്തിയത് എന്തിനല്ല? അവരെ മതത്തെ സംരക്ഷിക്കാനല്ല, അവരുടെ മതത്തിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാനല്ല അവർ തിരുമറി നടത്തിയത്. മറിച്ച് അവര് തിരുമറി നടത്തിയത് എന്തിനു വേണ്ടിയാ? അവർ ഇന്നമാ ഫഅലുഹു തലബൻ ലിൽ മാലി വൽ ജാഹി, അവർക്ക് പവർ ലഭിക്കാനും അതേപോലെ തന്നെ പണം കിട്ടാനുമാണ്. പണം കിട്ടാനും വേണ്ടി, അതേപോലെ തന്നെ പവർ ലഭിക്കാൻ വേണ്ടി. സ്റ്റേജ് കിട്ടാത്തവര് വേറെ എവിടെയെങ്കിലും കിട്ടുവെച്ചെങ്കിൽ അങ്ങോട്ട് പോകണം. നമ്മൾ കാണുന്നില്ലേ, ഒരു സ്ഥലത്ത് സ്റ്റേജ് കിട്ടണില്ലെങ്കിൽ ഇവിടെ കണ്ടമാനം നേതാക്കന്മാരാണ്, അവിടെ സ്റ്റേജ് ഇവിടെ കിട്ടണില്ല. അപ്പൊ ആ കാര്യമായിട്ട് നേതാക്കന്മാരൊന്നും ഇല്ലാത്തടത്ത് പോയാൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും തോന്നുമ്പോ ചിലരിങ്ങനെ അതിനു വേണ്ടി പോണില്ലേ. അതേപോലെ തന്നെ പണത്തിന് വേണ്ടി പോണില്ലേ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതന്നെ ഈ പറഞ്ഞേ ആ വിധത്തിലുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോണ സാധുക്കള്, ആ സാധുക്കൾ ഇവരും എന്താ ചെയ്തത്? ദുനിയാവിന്റെ ചെറിയ നേട്ടം റസൂലുള്ളാന്റെ ഒപ്പം വന്നാ പിന്നെ എന്താകും? അവിടെ മെജോറിറ്റി നബി സല്ലല്ലാഹു തങ്ങൾക്കാകും. അപ്പൊ പിന്നെ ഞങ്ങളിപ്പോ പാതിരിമാര് എന്ന് പറഞ്ഞു ഉസ്താദ്മാര് എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കുന്ന ആൾക്കാരെന്ത് കിട്ടൂല? ആ പിന്തുണ നമുക്ക് കിട്ടൂല. അപ്പൊ ഭൗതികമായിട്ട് സമൂഹത്തിന്റെ ഇടയിൽ പിന്നെ ഒരു ചെറിയ ഡാമേജ് നമുക്ക് പറ്റും എന്ന് പേടിച്ചു. രണ്ടാമത്തത് നബി സല്ലല്ലാഹു തങ്ങളുടെ കൂടെ ഇസ്ലാമിന്റെ സത്യസന്ധത സ്ഥിരീകരിച്ചുകൊണ്ട് ആളുകളെ വിട്ടാ പിന്നെ അവര് റസൂലുള്ള കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കും. അപ്പൊ അവരിന്നിപ്പോ വന്നുകൊണ്ടിരിക്കണ ആ നേട്ടങ്ങൾ, ഭൗതികമായിട്ടുള്ള പുരോഗതികൾ, അതും കിട്ടാണ്ട് പോകും. അതിനു വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്? അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ ഓരോ ഘട്ടത്തിലും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് തിരുമറികൾ നടത്തിയത്. എന്നിട്ട് സ്വന്തമായിട്ട് ഓരോന്ന് എഴുതിണ്ടാക്കിയിട്ട് ഇതാണ് ഗ്രന്ഥത്തിലുള്ളത്, ഇതാണ് പിന്നെ പഴയ വേദത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒപ്പം നിൽക്കുന്ന സാധുക്കൾ ആര് പറ്റിക്കുന്നു? ആ ജൂതന്മാരായിട്ടുള്ള പാതിരിമാര് അവര് പറ്റിക്കുന്നു. എന്നിട്ട് ഖുർആനെ കുറിച്ച് പറയണ എന്താ? വൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരാ എഴുതിണ്ടാക്കിയതിനാൽ അവർക്ക് വലിയ നാശം വരാനുണ്ട്. അതായത് ഫൽ മുറാദു അന്ന കതബതഹും ലിമാ കതബൂഹു ദംബുൻ അലീമുൻ ബിൻഫറാദിഹി, അവരാ എഴുതിണ്ടാക്കി പടച്ചോന്റെ പേരിൽ കള്ളത്തരം ആരോപിച്ചതന്നെ അത് മാത്രം നോക്കിയാൽ തന്നെ അത് ഭയങ്കര കുറ്റാണ്. അതേപോലെ തന്നെ വകദാലിക അഖ്ദുഹുൽ മാല അലൈഹി, അതിന്റെ പേരിൽ പണം ഉണ്ടാക്കിയത് അത് മറ്റൊരു വലിയ കുറ്റാണ്. സത്യനിഷേധമായിട്ടുള്ള സംഗതികൾക്ക് പേരിൽ പണമുണ്ടാക്കിയത് വേറൊരു കുറ്റാണ്. അപ്പോ ഫലിദാലിക ആദ ദിക്റൽ വൈലി ഫിൽ കസ്ബി, അതുകൊണ്ടാണ് അല്ലാഹു തആല വൈലുല്ലഹും മിമ്മാ യക്സിബൂൻ എന്ന് പിന്നെ പറഞ്ഞത്. അവര് എഴുതിണ്ടാക്കിയതിലും അവർക്ക് നാശമുണ്ട്. അവര് അതിന്റെ പേരിൽ അധ്വാനിച്ചുണ്ടാക്കണ പണം ഉണ്ടാക്കുക എന്നുള്ളതാ ലക്ഷ്യം.
അതിന്റെ പേരിൽ അവർക്ക് എന്ത് വരും? വലിയ നാശം വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം അവർക്ക് അവർ നേതാക്കളായി സ്വയം അവരോധിതരാവുകയോ അല്ലെങ്കിൽ സാധാരണക്കാർ അവരെ നേതാക്കളായി പരിഗണിക്കുകയോ ചെയ്തപ്പോൾ ആ നേതൃത്വം എന്ത് ചെയ്തു? അവരുടെ അനുയായികളുടെ വിവരക്കുറവ്, അവരുടെ ബുദ്ധിയില്ലായ്മ അത് ചൂഷണം ചെയ്ത് പടച്ചോന്റെ പേരിൽ നുണ പറഞ്ഞ് അവരുദ്ദേശിക്കുന്ന റൂട്ടിലേക്ക് സമൂഹത്തിന്റെ മൈൻഡിനെ കൊണ്ടുവരാൻ വേണ്ട പണികളെടുത്തു. അതിന് ഗ്രന്ഥത്തിലെ തിരിമറിയാണ് അവര് പ്രധാനമായും കാരണാക്കിയത്. അപ്പോ എവിടെയും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, അത്തരത്തിലുള്ള അസത്യപരമായ സമീപനം സ്വീകരിച്ച് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി അത് കണ്ടാൽ ആ പണിയും തെറ്റാണ്, അതിന്റെ പേരിൽ നരകം കിട്ടും. അതിന്റെ പേരിൽ സമ്പാദിക്കുന്ന ഓരോ ഫിൽസും ഓരോ പൈസയും അത് വലിയ ദുരന്തത്തിലേക്ക് അതിന്റെ ആളെ കൊണ്ടെത്തിക്കുമെന്ന താക്കീത് കൂടി ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി മറ്റൊരു സംഗതിയാണ് പറഞ്ഞത്, വഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ. വഖാലു അവര് പറഞ്ഞു, ജൂതന്മാര്, ലൻ തമസ്സനന്നാറു ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല, ഇല്ല അയ്യാമൻ മഅദൂദ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഒഴിച്ച്. അഥവാ ഞങ്ങൾ നരകത്തിൽ പോയാലും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നരകത്തിൽ കടക്കൂ, പിന്നെ ഞങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് വരും എന്നവര് പറഞ്ഞു. ആ പറഞ്ഞതിനെ കുറിച്ച് അല്ലാഹു തആല അവരോട് പറയണത്, ഖുൽ നബിയെ തങ്ങൾ ചോദിക്കുക അവരോട്, അത്തഖൽതും ഇൻദല്ലാഹി അഹ്ദ, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിന് ഇത്ര ദിവസേ നിങ്ങളെ നരകത്തിലിടൂ, അത് കഴിഞ്ഞാൽ നിങ്ങളെ സ്വർഗത്തിലാക്കും എന്നൊരു പ്രോമിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ പടച്ചോന്റെ അടുത്തുനിന്ന്? പടച്ചോങ്ങളോട് കരാറുണ്ടാക്കാനോട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇത്ര ദിവസം കഴിഞ്ഞാൽ ജൂതന്മാരൊക്കെ എന്താവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫല യുഖ്ലിഫുല്ലാഹു അഹ്ദ, അല്ലാഹു തആല എന്താക്കൂല, ആ കരാറിന് ലംഘനം കാണിക്കൂല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. പക്ഷെ അല്ലാഹു തആല അങ്ങനെ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഖുർആൻ ഈ ജൂതന്മാരുടെ ഒരു വഴിവിട്ട ഒരു അവകാശവാദത്തെ ചോദ്യം ചെയ്ത് പറയാണ്. അങ്ങനെ അല്ലാഹു തആല നിങ്ങളോട് ഇത്ര ദിവസേ നിങ്ങൾ ജൂതന്മാര് നരകത്ത് കിടക്കുള്ളൂ, അത് കഴിഞ്ഞാൽ സ്വർഗത്തിലാക്കുമെന്ന് അള്ളാഹു നിങ്ങളോട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കരാറിന് അള്ളാഹു ലംഘനം ചെയ്യില്ല. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ കെട്ടിപ്പറയുകയാണോ? പടച്ചോന്റെ മേലിൽ നിങ്ങൾ നുണ പറയാണോ? അള്ളാഹ് അങ്ങനെ പറഞ്ഞു, അല്ലാഹു തആല ഇങ്ങനെ നിങ്ങൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ നിങ്ങൾ ഇല്ലാത്തത് നുണ പറയുകയാണോ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏലം അന്ന ഹാദാ ഹുവ അൻ-നൗഉ സാലിസു മിൻ ഖബാഇഹി അഖ്വാലിഹിം വ അഫ്ആലിഹിം. ജൂതന്മാരുടെ വളരെ മോശമായ മൂന്നാമത്തെ തോന്നിയാസാണിത്. ഒന്നാമത്തെ റസൂലുള്ളാഹിനെ എതിർത്തു എന്നുള്ളത്, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറ്റി തൗറാത്തിലുള്ളത് മറച്ചു വെക്കാൻ വേണ്ടി ഉപദേശിക്കുകയും എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ സഹാബത്തിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് വെറുതെ വാചകടിക്കുകയും ചെയ്തത്. മൂന്നാമത്തത് ഇനി വെറുതെ ഒരു അവകാശവാദം വരെ ഉന്നയിക്കുകയാണ്, ഞങ്ങള് നരകത്ത് കടന്നാലും കൃത്യമായിട്ടുള്ള എണ്ണപ്പെട്ട ദിവസങ്ങളെ നരകത്ത് കിടക്കുള്ളൂ. അതെന്താണ്? അത് അവരുടെ മോശം, മൂന്നാമത്തെ മോശമാണ് അവർ ചെയ്യണത്. വഹുവ ജസ്മുഹും ബി അന്നല്ലാഹ തആല ലാ യുഅദ്ദിബുഹും ഇല്ലാ അയ്യാമൻ ഖലീല. കുറഞ്ഞ ദിവസം അല്ലാതെ അല്ലാഹു തആല അവരെ ശിക്ഷിക്കൂല എന്ന അവരുടെ ഉറപ്പ്, അതാണ് ആ മോശമായിട്ടുള്ള സമീപനം. എന്നാൽ വഹാദൽ ജസ്മു ലാ സബീല ഇലൈഹി ബിൽ അഖ്ലി അൽ ബത്ത, ബുദ്ധിപരമായി നോക്കിയാൽ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല, യാതൊരു വഴിയുമില്ല. ഇനിയോ അമ്മാല കൗലിന, പിന്നെ നമ്മളെ വിശ്വാസം അനുസരിച്ചും തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ ഫലി അന്നല്ലാഹ യഫ്അലു മാ യശാഉ വ യഹ്കുമു മാ യുരീദ്, അല്ലാഹു അവൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കും, അവൻ വിചാരിച്ച പോലെ വിധികൾ ഉണ്ടാക്കും. ലാ ഇത്റാദ ലി അഹദിൻ അലൈഹി ഫീ ഫിഅലിഹി, അള്ളാഹു എന്തെങ്കിലും ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമല്ല. അപ്പൊ ആ നിലക്ക് ചിന്തിച്ചാൽ അപ്പൊ ഫലാ തരീഖ ഇലാ മഅരിഫത്തി ദാലിക ഇല്ലാ ബിദ്ദലീലി സമഈ. അപ്പൊ പിന്നെ ഇത് തിരിയണമെങ്കിൽ എന്ത് വേണം? സമഈയായ ദലീൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള നബിമാരുടെ വഹയി മുഖേനയുള്ള പ്രഖ്യാപനം വരണം. അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്ര അല്ലാതെ നരകത്തിൽ കടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇവരെങ്ങനെ പറയാ? അതിനെന്ത് തെളിവാ അവർക്ക് കിട്ടിയത്? അതിനെ പറ്റിയാ പറയണത് എന്ത്? അള്ളാന്റെ അടുക്കൽ നിങ്ങൾ വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രയും നരകത്ത് കിടക്കൂ നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ആരോപണം, ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ചോദിക്കുകയാണ്. ഇനി ഈ എണ്ണപ്പെട്ട ദിവസം ആണ് നരകത്ത് കിടക്കാൻ അവർ പറഞ്ഞില്ലേ ജൂതന്മാര്?
അതായത് അവര് പാതിരിമാര് സാധാരണക്കാരായ അനുയായികളെ അവര് സത്യത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചില മയക്കുവെടി വെക്കണതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാ അത്. നമ്മൾ അള്ളാന്റെ സ്വന്തക്കാരാണ്. ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് കാണാം, നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉഹു, അള്ളാന്റെ മക്കളും അള്ളാന്റെ ഇഷ്ടക്കാരുമാണ് നമ്മള്, അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കേണ്ടതില്ല എന്ന് സാധാരണക്കാരായ ജൂതന്മാരെ പാതിരിമാരെന്താക്കും, പറഞ്ഞു പറ്റിക്കും. അപ്പൊ അത് പറഞ്ഞത് കേൾക്കുമ്പോ പാതിരിമാര് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കണ സാധാരണക്കാരെന്താക്കും, അങ്ങനെയാണ് പിന്നെ നമ്മൾക്ക് എന്താ ബേജാറ് എന്ന നിലക്ക്. അപ്പൊ ഇത് തന്നെ നിന്നാൽ, ജൂതമതത്തിൽ തന്നെ നിന്നാൽ നമ്മളെന്താവില്ല, നമ്മൾ കുടുങ്ങൂല, ആഖിറത്തിൽ രക്ഷപ്പെടും, പരലോകം നമുക്ക് സുഖമായിട്ട് കിട്ടും, സ്വർഗം കിട്ടും എന്നാണ് വിശ്വസിക്കുകയാണ്. അതിനു വേണ്ടി അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹിമാലയൻ നുണയാണ് എന്ത്, ഞങ്ങൾ ഇത്ര എണ്ണപ്പെട്ട ദിവസം അവിടെ കിടക്കുള്ളൂ, നരകത്ത് കിടക്കുള്ളൂ എന്ന വാദം. അപ്പൊ എണ്ണപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചിലര് പറയണ് 7 ദിവസം എന്ന്, വേറെ ചിലര് പറയണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്നഹു ഫസ്സറ ഹാദിഹിൽ അയ്യാമ ബിൽ 40 വഹുവ അദദുൽ അയ്യാമില്ലത്തി അബദുൽ ഇജ്ല ഫീഹാ. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോ സാമിരി പറഞ്ഞ മൗലവി ഉണ്ടാക്കി കൊടുത്ത പശുക്കുട്ടിനെ ആരാധിച്ചില്ലേ, അത്രയും ദിവസം. അതായത് അവരെല്ലാരും സമ്മതിക്കേണ്ട അത് സംഗതി റോങ്ങാണ്, ആ പശുക്കുട്ടിനെ ആരാധിച്ചത് ശരിയായില്ല എന്നവരെല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ആ പശുക്കുട്ടിനെ ഞങ്ങളെ പൂർവികർ ആരാധിച്ച ആ 40 ദിവസം അത്രേ ഞങ്ങൾ എന്താവുള്ളൂ, നരകത്ത് കിടക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം ഉറപ്പാണ് എന്നാര് വാദിച്ചു, അവര് വാദിച്ചു, ജൂതന്മാര് വാദിച്ചു. അതിനെ പറ്റിയാ പറയണത് എന്തെല്ലാം തമസ്സനാറു ഇല്ലായ്മ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടിയാണ് എന്ത്, ഖുൽ നബിയെ തങ്ങൾ ചോദിക്കുക അവരോട്, അത്തഖൽതും മിനല്ലാഹി അഹദൻ, അള്ളാന്റെ അടുക്കൽ നിങ്ങൾ അതിന് കരാറുണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫലൻ യുഖ്ലിഫല്ലാഹു അഹദ, അല്ലാഹു തആല എന്താക്കൂല, ആ കരാറിന് ലംഘനം ചെയ്യൂല. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു കരാറില്ല. ആ കരാറില്ലാത്ത സ്ഥിതിക്ക് അള്ളാന്റെ മേലിൽ ഇങ്ങനെ നുണ പറയാന്നുള്ളത് വളരെ മോശമായ ഒരു പരിപാടിയാകുന്നു നിങ്ങൾ ചെയ്യണത് എന്നവരെ ഉത്തരം മുട്ടിക്കും വിധത്തിൽ ഉറപ്പിക്കുന്ന സംഗതിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞേ, അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതല്ല അള്ളാഹുവിന്റെ മേൽ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ ഉണ്ടാക്കി പറയാണോ? അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞാൽ, പടച്ചോന്റെ മേലിൽ നുണ പറഞ്ഞാൽ അത് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള അക്രമമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നഹു തആല വഹാദിഹിൽ ആയത്തു തദുല്ലു അലാ ഫവായിദ, ചില ഫായിദകൾ, ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, അന്നഹു തആല ലമ്മ ആബ അലൈഹിം അൽ ഖൗലല്ലദീ ഖാലൂഹു ലാ അൻ ദലീലിൻ അലിംനാ അന്നൽ ഖൗല ബിഗൈരി ദലീലിൻ ബാത്തിലുൻ. അവര് പറഞ്ഞ ഈ വാദം, അതായത് ഇത്ര ദിവസേ ഞങ്ങൾ നരകത്ത് കിടക്കുള്ളൂ എന്ന് പറഞ്ഞ ആ വാദത്തെ അല്ലാഹു തആല എന്ത് ചെയ്തു, ആക്ഷേപിച്ചു. എന്താ ആക്ഷേപിക്കാൻ കാരണം? അവരാ വാദം ഉന്നയിച്ചത് ഒരു തെളിവുമില്ലാതെയാണ്. കാരണം അള്ളാഹു കരാറുണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹിന്റെ പേരിൽ നിങ്ങൾ നുണ പറയല്ലേ എന്നല്ലേ അല്ലാഹു തആല ചോദിച്ചത്. അപ്പൊ ഒരു തെളിവില്ലാതെയാണ് അവരങ്ങനെ ഒരു വാദം ഉന്നയിച്ചത്. അതിന് അള്ളാഹ് ആക്ഷേപിച്ചപ്പോൾ അലിംന, നമുക്ക് മനസ്സിലായി, അന്നൽ ഖൗല ബിഗൈരി ദലീലിൻ ബാത്തിലുൻ, തെളിവില്ലാതെ എന്തെങ്കിലും പറയല് അത് ബാത്തിലാണ്, ഒരിക്കലും നിലനിൽക്കണതല്ല. തെളിവില്ലാതൊന്നും പറയാൻ പാടില്ല. തെളിവില്ലാതെ പറഞ്ഞാൽ എന്താക്കും, മനുഷ്യന്മാരാകെ ഒയന്നു പോകും. ദുന്യാവും തന്നെ ഒയലും. നമ്മളെ വഹാബികള് ജിന്നു വിഷയത്തിലും അതേപോലെ തന്നെ ഭൗതികം അഭൗതികം വിഷയത്തിലൊക്കെ ഒയന്ന മാതിരി നേരത്തെ തന്നെ തെളിവില്ലാണ്ട് എന്ത് ചെയ്തു, ഒരു വാദം ഉന്നയിച്ചു. ആ വാദം ഉന്നയിച്ചപ്പോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആകെ കറങ്ങി എവിടക്കാ എന്തിലാ നിൽക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ കുടുങ്ങിയില്ലേ. അതാണ് തെളിവില്ലാതെ എന്ത് ചെയ്യരുത്, ഒരു കാര്യവും പറയരുത് എന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത്, അന്ന കുല്ലമാ ജാസ വജൂദുഹു വ അദമുഹു അഖലൻ ലം യജുസിൽ മസീറു ഇലൽ ഇസ്ബാത്തി ഔ ഇലൻ നഫി ഇല്ലാ ബിദലീലിൻ സമഇയ്യൻ. ഒരു സംഗതിയുടെ ഒരു സംഗതി ഉണ്ടാവലും ഉണ്ടാകാതിരിക്കലും ബുദ്ധിപരമായി അനുവദനീയമായ ഒരു സംഗതിയാണെങ്കിൽ, അതായത് ഒരാളിപ്പോ ഇത്ര ദിവസം നരകത്ത് കടക്കുക, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ നരകത്ത് നിന്ന് രക്ഷപ്പെടുക. അപ്പൊ ആ സംഗതി ഉണ്ടാവലും അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കലും രണ്ടും പറ്റും. ബുദ്ധിപരമായി അതിന് കുഴപ്പമൊന്നുമില്ല. 7 ദിവസം കഴിഞ്ഞ ഒരാൾക്ക് നരകത്തിൽ നിന്ന് അല്ലാഹു തആല സ്വർഗത്തിൽ കയറ്റിക്കൂടെ, അതിന് കുഴപ്പമില്ല. കാലാകാലം നരകത്തിൽ ഇട്ടൂടെ, അതിനും കുഴപ്പമില്ല. അപ്പൊ അതും ആകാം ഇതും ആകാം.
അങ്ങനെ പോസിബിൾ ആയ ഒരു സംഗതി, രണ്ട് രൂപവും പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതി, ആ സംഗതിയില്ല മെജുസിൽ മസീറു ഇലൽ ഇസ്ബാത്തി ഔ ഇലൻ നഫി, അതിനെ സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാനോ രണ്ടിലേതെങ്കിലും ഒരു ഭാഗം അതിന്റെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് സാധിക്കില്ല. ഇല്ല ബിദലീലിൻ സമഈൻ, അതെന്ത് ചെയ്യണം? അതിന് പ്രവാചകന്മാരുടേതായിട്ടുള്ള വാക്യങ്ങളാലുള്ള തെളിവ് വേണം. മനസ്സിലായില്ലേ? രണ്ട് രൂപത്തിലും വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്ത് പറയണമെങ്കിൽ എന്ത് വേണം? അതിന് തെളിവ് വേണം. തെളിവില്ലാതെ എന്താക്കാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് രണ്ട് സാധ്യതയുള്ള ഒരു സംഗതിയെ ഇന്ന തന്നെയാണ് ഒരു ഭാഗത്തെ ഉറപ്പിച്ചു പറയാൻ നിവൃത്തിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബലാ മൻ കസബ സയ്യിഅതൻ വഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ബലാ, ഒരിക്കലും കാര്യം അങ്ങനെയല്ല, ഇവര് പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. മറിച്ച് അതായത് ഇത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തേക്കാകും, ഇത്ര ദിവസം വരെ നരകത്ത് കടക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസത്തിന്റെ വർത്താനം ഉണ്ടല്ലോ, അത് ശരിയല്ല. മറിച്ച് അതിന്റെ നിലപാട് എന്താ? ഖുർആന്റെ മൻ കസബ സയ്യിഅതൻ, ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ വഹാതത് ബിഹി ഖതീഅതുഹു, അവന്റെ ദോഷം അവനെ വലയം ചെയ്യുകയും ചെയ്താൽ, അഥവാ തെറ്റിന്റെ കൂട്ടരങ്ങായ ലോകത്ത് ഒരാള് വിരാജിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഫൗലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടവരാണ്. എത്ര കഴിഞ്ഞാലും അവരൊന്നും രക്ഷപ്പെടൂല, നരകത്തുനിന്ന് രക്ഷപ്പെടൂല. അപ്പോ തെറ്റായ സംഗതികളിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? തെറ്റായ വിശ്വാസം. ആ വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് ജീവിച്ചിട്ട് ഞങ്ങൾ ഇത്ര ദിവസം കഴിഞ്ഞാൽ എന്താക്കും, ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിലേക്ക് പ്രമോഷൻ കിട്ടും എന്ന് പറയണത് അപകടം പിടിച്ച വാദാണ്. അങ്ങനത്തെ ഒരു വാദത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ തെറ്റായ പ്രവർത്തനം നടത്തുകയും എന്നിട്ട് ആ തെറ്റിനെ അവന് വലയം ചെയ്യാന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ തന്നെയാണ് മുഴുകി ജീവിക്കുക. അപ്പൊ ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ആക്ഷേപിച്ചു പറഞ്ഞ അവിശ്വാസത്തിന്റേതായ ശൈലികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ ശൈലികൾ, അത്തരം സംഗതികളൊക്കെ ജീവിതത്തിൽ പുലർത്തുക. എന്നിട്ട് ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഇത്ര ദിവസം അവിടെ കിടക്കുള്ളൂ, നരകത്ത് കിടക്കുള്ളൂ എന്നൊരാൾ വാദിക്കുന്നത് അമിതമായ അവകാശവാദമാണ്. അതേപോലെ തന്നെ അതിമോഹമാണ്. അതൊരിക്കലും തന്നെ വകവെച്ചു കൊടുക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല. മറിച്ച് തെറ്റിന്റെ കൂത്തരങ്ങായ ലോകത്ത് സ്വൈരവിഹാരം നടത്തുന്നവർ, അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റിന്റെ നിഷേധി അവരാ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടവരും ആകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഉണർത്തുന്നത്. ചുരുക്കത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ മുമ്പ് ശേഷമൊക്കെ ഇസ്രായേലികളിൽ കണ്ട ഒരുപാട് നിഷേധാത്മകമായ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴും ആ നബി തങ്ങൾ സത്യസന്ധനായ പ്രവാചകനാണെന്ന് തങ്ങളുടെ കൈവശമുള്ള ഗ്രന്ഥത്തിന്റെ സാക്ഷ്യപത്രം കയ്യിലുണ്ടായിട്ടും സത്യമാണ് നബിതങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണെന്ന് മനസ്സിലായിട്ടും ആ നബിതങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ട് ഞങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരായതിനാൽ ഞങ്ങൾക്ക് പേടിക്കാനില്ല, ഞങ്ങളെ പൂർവികര് പശുക്കുട്ടിനെ ആരാധിച്ച ഏതാനും ദിവസങ്ങൾ മാത്രമേ നരകത്ത് കിടക്കൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കുമെന്ന പരിധി വിട്ട അവകാശവാദം ഉന്നയിക്കുന്ന ജൂതന്മാർ, അവരോട് വല്ലാത്ത താക്കീതിന്റെ ശൈലി അല്ല പറയാണ്. ഒരാൾ തെറ്റ് ചെയ്യുകയും ആ തെറ്റിൽ തന്നെ മുഴുകിക്കഴിയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ, തെറ്റിന്റെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കുഫറിന്റെ ശൈലി വന്നാൽ വിശേഷിച്ചും അവൻ എന്തായാലും കാലാകാലം നരകത്തിലാണ്. അതാണ് പടച്ചോന്റെ തീരുമാനം. അതിനെതിരിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തേക്ക് കയറുമെന്നതിന് നിങ്ങളടുത്ത് വല്ല തെളിവുണ്ടോ, അല്ല നിങ്ങളടുത്ത് വല്ല കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സംഗതി ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അവകാശവാദം ഉന്നയിച്ച് പാതിരിമാരുടെ വർത്താനം കേട്ടിട്ട് പാരത്രിക ജീവിതം നശിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ തന്നെ തെളിയിക്കപ്പെട്ട മുത്തുനബിയുടെ സത്യസന്ധത അത് ഉൾക്കൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നതല്ലേ ബുദ്ധി കൂട്ടരെ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള ജൂതന്മാർക്ക് ഏറ്റവും വലിയ ഉത്ബോധനമാകാൻ, അവർക്ക് ഏറ്റവും വലിയ ഉപദേശമാകാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ കാര്യം ഉണർത്തിയതെങ്കിൽ നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം സത്യനിഷേധത്തിന്റെ ശൈലികളുമായി അതേപോലെ തന്നെ സത്യത്തോട് ഒത്തുപോകാത്ത വിഷയമായി ഒരു തന്നെ പ്രവർത്തനത്താലോ നമ്മൾ
സഹകരിഘട്ടത്തിലെ പിന്നെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അത്തരക്കാരുടെ വാചക കസർത്ത് കേട്ടിട്ട് ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിയും ഇതിലായിരിക്കും ശരിയെന്ന് മനസ്സിലാക്കി സാമ്പ്രദായിക വിശ്വാസത്തെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്ന അപകടത്തിലേക്ക് ചെന്ന് ചാടി ഈമാനും യും നഷ്ടപ്പെട്ടതിന്റെ ആ ഭാഗങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് എല്ലാവരും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് പറയാം. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ സംവിധാനം, അതിന്റെ സഹകാരികൾ, പ്രവർത്തകർ, ഖാദിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ദീനിയായ സംരംഭങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹകാരികൾക്കും അല്ലാഹു തആല പ്രത്യേകം ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും അല്ലാഹു നമ്മുടെ ഹസനാത്തിന്റെ പട്ടികയിൽ ഭാരം തൂങ്ങുന്ന സുഹൃതമാക്കി കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഇൽമിന്റെ കാരണക്കാരായി വന്നിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള കാരണക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. മരിച്ചുപോയവരുടെ പരലോകം നമ്മൾ സന്തോഷമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു പ്രത്യേകം ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.